മറ്റൊരാൾക്ക് ക്ഷമ നൽകുന്നതിലൂടെ നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കുന്നത് എത്ര പേർക്കറിയാം? ശരിക്കും എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ക്ഷമിക്കുക എന്നുള്ളത് ഒരു വീക്ക്നെസ് ആണ്. ശരിക്കും അതാണ് ഈ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ഫോർഗിവ്നെസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഉള്ളിൽ ഒരുപാട് മുറിവുകളുണ്ടാവും. കാരണം മറ്റുള്ള ആളുകൾ ഹേർട്ട് ചെയ്തതാവാം, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ബ്രേക്കപ്പ്സ് ആവാം, അവർ ഉദ്ദേശിച്ചതിൽ നിന്നും അന്യായമായ രീതിയിൽ നടന്ന സിറ്റുവേഷൻസ് ആവാം. സോ സറൗണ്ടിങ് അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളെടുത്ത് പറയും ജസ്റ്റ് മൂവ് ഓൺ. പക്ഷെ എങ്ങനെയെന്നോ എന്തിനെന്നോ ആരും നമുക്ക് ഇന്നേ വരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ ഇന്നും നമ്മളെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്കിതൊന്ന് റീഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഫോർഗിവ്നെസ് എന്ന് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. സോ നിങ്ങൾ ഇതുവരെ ക്ഷമിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, ആ ആള് ഇന്നും നിങ്ങളെ മനസ്സിലൊരു മുറിവായി കിടക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഞാൻ ഒരു 3 പോയിന്റ്സ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ശരിക്കും ഞാൻ ഫോർഗിവ് ചെയ്യണോ അല്ലെങ്കിൽ ഫോർഗെറ്റ് ചെയ്യണോ വേണ്ടത്, ശരിക്കും ഇതിലേതാണ് എനിക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. സോ ദ ഫസ്റ്റ് പോയിന്റ്, ഫോർഗിവ്നെസ്സിന് പിന്നിലുള്ള ഒരു സൈക്കോളജി എന്താണെന്ന് പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള സയൻസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫോർഗിവ്നെസ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷൻ അല്ല. ശരിക്കും ഫോർഗിവ്നെസ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് ഏറ്റവും ക്രോണിക് സ്ട്രെസ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. നമ്മളെ കോർട്ടിസോൾ കൂടും, നമ്മളെ പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് കുറയും. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ഫോർഗിവ് ചെയ്ത് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനോ അവർ ചെയ്തതൊക്കെ കറക്റ്റ് ആണെന്നോ പറയാനോ വേണ്ടി ഒന്നുമല്ല, ജസ്റ്റ് ടു ഫോർഗിവ് ദംസെൽവ്സ്. കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഒരു മെൻ്റൽ ബേർഡനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവരവിടെ ആ ഫോർഗിവ്നെസ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫോർഗിവ്നെസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ ദ നെക്സ്റ്റ് പാർട്ട്, അതായത് പോയിന്റ് 2, ഫോർഗിവ്നെസ്സിനെ പറ്റി ഒരുപാട് പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഫോർഗിവ്നെസ് ചെയ്യുക അല്ലെങ്കിൽ ഫോർഗിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്. ശരിക്കും ഇതല്ല ഫോർഗിവ്നെസ്. ശരിക്കും ഈ ഫോർഗിവ്നെസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ റൈറ്റ് ഓർ റോങ്, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ദ സിറ്റുവേഷൻ ഈസ് റൈറ്റ് ഓർ റോങ്, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളെ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളും നിങ്ങളെ മെമ്മറിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർഗിവ്നെസ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ സിംപ്ലി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങളെ ഒരാൾ ഹേർട്ട് ചെയ്തു, ആ ആൾക്ക് നിങ്ങൾക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തില്ല. പക്ഷേ നിങ്ങൾ എത്ര ഹാപ്പി മൊമെൻറ്റിൽ നിന്നാലും ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി റിയാക്ട് ചെയ്യാണ്, നിങ്ങളെ മൂഡ് സ്വിങ് ആവുകയാണ്, നിങ്ങളെ എനർജി പോവുകയാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് വീക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് സ്റ്റിൽ നിങ്ങളെ പ്രസൻറ്റ് മൊമെൻറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫോർഗിവ്നെസ് ചെയ്യുന്നത് സിംപ്ലി ഇത്രേ ഉള്ളൂ, നിങ്ങളും ആ മെമ്മറിയും തമ്മിലുള്ള ആ ഒരു ചെയിൻ കണക്ഷനായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇനി വരുന്ന നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റ്സിൽ ആ ഒരു സിറ്റുവേഷൻ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടാണ് ഇത് ഭയങ്കര പവർഫുൾ ആയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് പറ്റൂല. കാരണം ചില ആളുകൾ തൻ്റെ ദേഷ്യത്തിനെ കാണിക്കുന്നത് അവർ തന്നെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അവരറിയാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് തന്നെയാണ് ഈ ഒരു ആങ്കർ കൊണ്ട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ സിംപ്ലി ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഫോർഗിവ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ ഉള്ളിലുള്ള ഒരു ബാറ്റിൽ തന്നെയാണ് അവിടെ ഇല്ലാതാവുന്നത്. നിങ്ങളുടെ ഇൻറ്റേർണൽ വേൾഡിൽ നിങ്ങൾ തന്നെ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ ലാസ്റ്റ് ആൻഡ് ദ പവർഫുൾ പോയിന്റ്, ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോർഗിവ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുന്ന ആൾക്കാർ ഭയങ്കര പാവങ്ങളാണ്, അവർ ഭയങ്കര സോഫ്റ്റാണ്, അവരോട് എന്തും ചെയ്യാം, അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, എത്രമാത്രം നിങ്ങൾ ഫോർഗിവ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി എത്രമാത്രം ഫോർഗിവ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അത്രമാത്രം അയാൾ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, അൺഷേക്കബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുറത്തുള്ള ഒരു കാര്യങ്ങളും ഇനി എഫക്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഉള്ളിൽ ഇൻറ്റേർണൽ വേൾഡിൽ അദ്ദേഹം ഹൈ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു
ട്രൂ ഫ്രീഡത്തിന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫൊഗീവ് ചെയ്ത് കൊടുത്ത് തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുള്ളതാണ്. സോ ഇനി നിങ്ങൾ ആലോചിച്ച് വെക്കുക, നിങ്ങൾ നേരത്തെ ആദ്യം പറഞ്ഞ വ്യക്തിയില്ലേ, ആ വ്യക്തിക്ക് ക്ഷമ കൊടുക്കണോ കൊടുക്കണ്ടയോ, നിങ്ങളെ തന്നെ ഫ്രീ ആക്കണോ ഫ്രീ ആക്കണ്ടയോ? ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു ആൻഡ് താങ്ക് യു ഫോർ ഹിയറിംഗ് മീ.